സമയം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായി. പക്ഷേ ഡോക്ടർ റാമിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഒരു വാദം ഉൾപ്പെടെ ഈ വൈകിയ വേളയിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാമിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരല്പസമയത്തിനകം തീരുമാനമുണ്ടാകും. കോടതി അക്കാര്യത്തിൽ അല്പസമയത്തിനകം വിധി പറയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ഡോക്ടർ റാമിന്റെ അഭിഭാഷകർ ചില സാങ്കേതിക കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ പ്രതിയെ അറിയിച്ചില്ല എന്നൊരു വാദം ഈ റാമിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ വാദത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമയം 8 മണിയോട് അടുക്കുമ്പോഴും തലശ്ശേരി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. ഈ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും 3 മാസം കൃത്യമായി പറഞ്ഞാൽ 100ാമത്തെ ദിവസമാണ് ഇന്ന് നിതിൻ രാജ് ജീവനൊടുക്കിയിട്ട്. ആ 100ാമത്തെ ദിവസം രാവിലെ 9:20 ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കർണാടകയിലെ കുടകിൽ നിന്ന് ഈ റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുന്നത്. അതിൽ തന്നെ റാമിന്റെ അഭിഭാഷകൻ പറയുന്നത് ഇന്ന് ഈ സുപ്രീം കോടതിയൊക്കെ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ കീഴടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് കേരള പോലീസ് ഈ ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ്. ഏതായാലും ഈ വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നത്. ഇന്നും ഈ കുടുംബം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കണ്ണൂരിൽ വെച്ച് കേസ് അന്വേഷണം അട്ടിമറിച്ചു എന്നൊരു ആരോപണം അവർക്കുണ്ടായിരുന്നു. അതിനൊപ്പമാണ് പുതിയ അന്വേഷണ സംഘം വരുന്നതും ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അക്കാര്യങ്ങളിൽ പുതിയ നടപടികൾ ഉണ്ടാകുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഏതായാലും റാമിന് ജാമ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ വിമർശനങ്ങൾ പോലീസ് ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയേക്കും എന്ന സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ശരി, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജാമ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ്. സാങ്കേതിക വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ കോടതി അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത നിഖിൽ അളവൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ നിന്നും.